ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് 2026 ജൂലൈ മാസം 12-ാം തീയതി ഞായറാഴ്ച. ഞായറാഴ്ച വരുന്ന പ്രദോഷത്തെ രവി പ്രദോഷം എന്നാണ് വിളിക്കുന്നത്. ഈ രവി പ്രദോഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം, പൂജാ സമയങ്ങൾ എപ്പോഴാണ്, പ്രദോഷത്തിൻ്റെ കഥ, രവി പ്രദോഷത്തിൻ്റെ കഥ, എന്താണ് ഫലസിദ്ധി, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏത് നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം, ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയോടുകൂടി അവസാനം വരെ ഇരുന്ന് കേൾക്കണം. എല്ലാ മാസവും വരുന്ന ത്രയോദശി തിഥികൾ, ശുക്ലപക്ഷ ത്രയോദശിയും കൃഷ്ണപക്ഷ ത്രയോദശിയും, ഈ ത്രയോദശി തിഥികളിലാണ് നമ്മൾ പ്രദോഷമായിട്ട് ആചരിക്കുന്നത്. ഇത്തവണ ത്രയോദശി തിഥി വരുന്നത് 2026 ജൂലൈ മാസം 12-ാം തീയതി അതികാലെ 2:04 മുതൽ 12-ാം തീയതി രാത്രി 10:29 വരെയാണ്. ത്രയോദശി സന്ധ്യാകാലത്തിനാണ് പ്രാധാന്യം. സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയ്ക്കാണ് ഫലസിദ്ധി കൂടുതലുള്ളത് എന്നാണ് പറയുന്നത്. സന്ധ്യയ്ക്ക്, അതായത് ജൂലൈ മാസം 12-ാം തീയതി ഞായറാഴ്ച, അതായത് നാളെ സന്ധ്യയ്ക്ക് 6:45 മുതൽ 9 മണി, രാത്രി 9:02 വരെയുള്ള ആ ഒരു സമയം പരമശിവനെ പ്രാർത്ഥിച്ച്, മഹാദേവനെ പ്രാർത്ഥിച്ച്, നാമം ജപിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള സമാധാനമുണ്ടാകുമെന്നും സമൃദ്ധികൾ ഉണ്ടാകുമെന്നും കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നും പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കണം. ആ പരിശ്രമങ്ങൾക്ക് ഒരു ഫലസിദ്ധി ഉണ്ടാകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടി വേണം. ആ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി ഞായറാഴ്ച വരുന്ന പ്രദോഷം, അതായത് രവി പ്രദോഷം എടുത്തു പ്രാർത്ഥിക്കുകയും ഈ സന്ധ്യാസമയത്ത് നമഃശിവായ മന്ത്രം ജപിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രം കൂടി നിങ്ങൾക്ക്, നാമം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ നാമം ജപിക്കണം അന്നേ ദിവസം. അത് വളരെ വളരെ പ്രാധാന്യമുള്ള, ശക്തിയുള്ള ഒരു നാമമാണ്. ഇനി നമുക്ക് പ്രദോഷത്തിൻ്റെ കഥ എന്താണ് എന്ന് നോക്കാം. എന്താണ് പ്രദോഷത്തിൻ്റെ പ്രത്യേകത? അതായത് പാലാഴി മഥന സമയത്ത് മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി എന്ന പാൽക്കടൽ കടയുകയാണ്. അമൃതത്തിന് വേണ്ടിയിട്ടാണ് കടയുന്നത്. ആ സമയത്ത് ധാരാളം ദിവ്യമായ വസ്തുക്കളൊക്കെ ആ പാൽക്കടലിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തു. അങ്ങനെയുള്ള ആ ഒരു മഥന സമയത്ത് വാസുകിക്ക് വലിയ ക്ഷീണമുണ്ടാവുകയും വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കുകയും ചെയ്തു. ആ വിഷം താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ 14 ലോകങ്ങളും നശിക്കും. അത്ര കൊടിയ വിഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാദേവൻ ആ വിഷം തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങുകയും ആ വിഷത്തെ സ്വശരീരത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ വിഷം അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ ഉറച്ചു പോവുകയും അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന് പേര് ലഭിക്കുകയും ചെയ്തു. ഈ പാലാഴി മഥന സമയത്താണ് കൂർമ്മ രൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ അവതാരം നടക്കുന്നത്. ആ കൂട്ടത്തിൽ മറ്റൊരു ചെറിയ അവതാരം കൂടി നടക്കുന്നുണ്ട്. അതായത് ഭഗവാൻ ഒരു പൊന്മാനായി അവതരിക്കുന്നുമുണ്ട്. അതൊക്കെ നമുക്ക് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കൊടിയ വിഷം ഭക്ഷിച്ചു ഭഗവാൻ.
ആ കൊടിയ വിഷത്തിന്റെ ശക്തി കാരണം ഭഗവാന് ഒരു ക്ഷീണമുണ്ടാവുകയും അദ്ദേഹം പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങുകയും ചെയ്തു. ആ സമയത്ത് സമസ്ത ദേവന്മാരും മഹർഷിമാരും എല്ലാവരും തന്നെ, ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാവരും മഹാദേവന്റെ ചുറ്റും കൂടി നിന്ന് നമഃശിവായ മന്ത്രം ജപിച്ചു. പിന്നീട് അദ്ദേഹം ഒരു ത്രയോദശി സന്ധ്യാവേളയിൽ ഉണർന്ന് എഴുന്നേൽക്കുകയും പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആനന്ദ നടനം ആടുകയും ചെയ്തു. നന്ദീശ്വരന്റെ കൊമ്പുകൾക്കിടയിലൂടെയാണ് ആനന്ദ നടനം ആടിയത്. അതിന്റെ സന്തോഷത്തിൽ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി, ഗന്ധർവന്മാർ പാട്ടുപാടി, സരസ്വതി ദേവി വീണ മീട്ടി. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന ആ ഒരു സന്തോഷകാലമാണ് പ്രദോഷ സന്ധ്യാകാലം. അതുകൊണ്ട് തന്നെ ആര് എവിടെയിരുന്ന് ഈ പ്രദോഷ സന്ധ്യാകാലത്തിൽ നമഃശിവായ മന്ത്രം അല്ലെങ്കിൽ മഹേശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കിട്ടും എന്നാണ് വിശ്വാസം. അത് മാത്രമല്ല, എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ആ സമയത്ത് നമ്മൾ പരമശിവനെ വിളിച്ച് മാത്രം പ്രാർത്ഥിച്ചാൽ പോലും എല്ലാ ദേവന്മാരും നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രദോഷ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന മഹേശ്വരന്റെ രൂപം എന്ന് പറയുന്നത് നടരാജ രൂപമാണ്. നടരാജ രൂപത്തിൽ അന്നേ ദിവസം മഹേശ്വരനെ പ്രാർത്ഥിക്കുക. ഇനി ഈ രവിപ്രദോഷത്തിന് ഒരു കഥയുണ്ട്. അതായത് പണ്ട് ഒരു ദരിദ്രനായ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു. ഒരിക്കല് ആ മകൻ കുളിക്കാനായിട്ട് ഒരു നദിക്കരയിലേക്ക് പോയപ്പോൾ, അല്പം ദൂരെയുള്ള നദിയാണ്, ആ നദിക്കരയിലേക്ക് പോയ സമയത്ത് ഈ കുട്ടിയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കണ്ടതും കുറച്ച് കൊള്ളക്കാര് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയിട്ട് ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ധനമൊക്കെ എവിടെയാണ് എന്ന്. ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ധനമൊന്നുമില്ല, ഞങ്ങൾ ദരിദ്രരാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പൊതി എന്താണ് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ആ കുട്ടി ആ പൊതി തുറന്നു കാണിക്കുന്നു. അതിൽ കുറച്ച് റൊട്ടികളാണ്. അതിന്റെ അമ്മ കഴിക്കാനായിട്ട് കൊടുത്തു വിട്ടതാണ്. ഈ കുട്ടി അങ്ങനെ ദരിദ്രനാണ് എന്ന് ഈ കൊള്ളക്കാർക്ക് മനസ്സിലാവുകയും ഈ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. ഉപേക്ഷിച്ചിട്ട് പോയ സ്ഥലം വളരെ ദൂരെയായിരുന്നു ഈ കുട്ടിയുടെ വീടുമായിട്ട്. കുട്ടിക്ക് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകാൻ വഴി അറിയാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഈ കുട്ടി നടന്ന് പട്ടണത്തിൽ എത്തിച്ചേരുകയും അവിടെ കണ്ട ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ കിടക്കുകയും ചെയ്തു. ഈ സമയത്ത് ആ രാജ്യത്തിലെ രാജാവിന്റെ പട്ടാളക്കാർ അവിടേക്ക് വരികയും ഈ കുട്ടി ആ കൊള്ളക്കാരുടെ സംഘത്തിലുള്ള കുട്ടി ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും രാജാവിനോട് ഈ കാര്യം പറയുകയും രാജാവ് മറ്റൊന്നും ആലോചിക്കാതെ ചോദിക്കാതെ ഈ കുട്ടിയെ പിടിച്ച് തടവിൽ പാർപ്പിക്കുകയും ചെയ്തു. ആ സമയമൊക്കെ ഈ കുട്ടിയെ കാണാത്തത് കൊണ്ട് ഈ കുട്ടിയുടെ അമ്മ മഹേശ്വരനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയം ഒരു രവിപ്രദോഷവും കൂടി വന്നിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ രവിപ്രദോഷ വ്രതം എടുത്ത് ആ അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ അന്നേ ദിവസം രാത്രിയായപ്പോൾ രാജാവിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. സാക്ഷാൽ മഹേശ്വരൻ തന്നെയാണ് സ്വപ്നത്തിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ കുട്ടി നിരപരാധിയാണ് എന്നും കുട്ടിയെ എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അടുക്കൽ എത്തിക്കണമെന്നും ഇല്ലെങ്കിൽ രാജ്യം തന്നെ നശിപ്പിച്ചു കളയുമെന്നുമായിരുന്നു സ്വപ്നത്തിൽ വന്ന് മഹേശ്വരൻ പറഞ്ഞത്. അങ്ങനെ സ്വപ്ന ദർശനം കിട്ടിയതനുസരിച്ചിട്ട് രാജാവ് പിറ്റേ ദിവസം ഈ കുട്ടിയെ ചെന്ന് കാണുകയും കുട്ടിയോട് വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ആ സമയത്ത് കുട്ടി യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി രാജാവിന് തെറ്റ് ബോധ്യപ്പെടുകയും ഈ കുട്ടി പറഞ്ഞതനുസരിച്ചിട്ടുള്ള അടയാളങ്ങൾ വെച്ചിട്ട് ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തുകയും അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരികയും അവരുടെ കൂടെ ഈ കുട്ടിയെ പറഞ്ഞയക്കുകയും ചെയ്തു. തൻ്റെ തെറ്റുകൊണ്ട് ആ കുട്ടിയെ ഒരു ദിവസം കാരാഗ്രഹത്തിൽ അടയ്ക്കേണ്ടി വന്നു എന്നുള്ള ആ ഒരു കുറ്റബോധം കൊണ്ട് ആ രാജാവ് ഈ ബ്രാഹ്മണനും കുട്ടിക്കും 5 ഗ്രാമങ്ങൾ ദാനമായി കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് സന്തോഷമാകുന്നു. അതോടുകൂടി ഈ ബ്രാഹ്മണന്റെയും കുടുംബത്തിന്റെയും ദാരിദ്ര്യം അകലുന്നു. അങ്ങനെ മഹാദേവന്റെ അപാരമായ കാരുണ്യം ആ ബ്രാഹ്മണ കുടുംബത്തിന് ലഭിക്കുന്നു. ഇതാണ്
രവി പ്രദോഷത്തിന്റെ കഥ. ഈ കഥ മനസ്സിൽ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. ഈ കഥ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സമാധാനങ്ങളും നമുക്ക് ലഭിക്കും, സമൃദ്ധി നമുക്കുണ്ടാകും, കുട്ടികളില്ലാത്ത ആളുകൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. എങ്ങനെയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത്? എല്ലാവർക്കും അറിയാം. രാവിലെ മുതൽ സന്ധ്യാസമയം വരെ നമ്മൾ യാതൊരു വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാറില്ല. സന്ധ്യയ്ക്ക് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ എന്തു ചെയ്യും? ക്ഷേത്രത്തിൽ നേദിച്ചു കിട്ടുന്ന കരിക്ക്, പഴങ്ങൾ ഇവയൊക്കെ കഴിച്ച് നമ്മുടെ ആ ഒരു വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം അരി ഭക്ഷണം കഴിക്കും. ചോറ്, മോര്, ഉള്ളി ചേർക്കാത്ത ചമ്മന്തി ഇവയൊക്കെ കൂട്ടി, ക്ഷേത്രത്തിൽ നിന്ന് ചോറ് കിട്ടുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ, എങ്ങനെയായാലും വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം അരി ഭക്ഷണം കഴിക്കും. രാവിലെ മുതൽ സന്ധ്യാസമയം വരെ ഉപവാസമാണ് ശരിയായ രീതി. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് പലർക്കും മരുന്ന് കഴിക്കാനുണ്ട്, അല്ലെങ്കിൽ പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ധാന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജലം കുടിച്ചുകൊണ്ടോ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ആ പകൽ സമയം കഴിച്ചുകൂട്ടാം. ഇനി ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം, ഏകാദശിയുടെ പാരണാ ദിവസമല്ലേ, പാരണ വീടണോ അതോ സന്ധ്യയ്ക്ക് വീടിയാൽ മതിയോ? അതായത് ഏകാദശിയും പ്രദോഷവും കൂടി ഒന്നിച്ചെടുത്തതിനു ശേഷം ഒന്നിച്ച് വീടിയാൽ മതിയോ എന്ന ഒരു സംശയം വരും. അങ്ങനെ ചെയ്യരുത്. രണ്ടും രണ്ട് വ്രതങ്ങളാണ്, രണ്ട് ദേവതകളാണ്, രണ്ട് ഉദ്ദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏകാദശി എടുക്കുന്ന ആളുകൾക്ക് പ്രദോഷം എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകാദശി എടുത്തതിനു ശേഷം പിറ്റേ ദിവസം പാരണാ സമയത്ത് നിങ്ങൾ പാരണ വീടുക. പാരണ വീടി ഏകാദശി മഹാവിഷ്ണുവിന് സമർപ്പിക്കുക. സമർപ്പിച്ചതിനു ശേഷം നിങ്ങൾ മഹേശ്വരനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രദോഷത്തിലേക്ക് കടക്കുക. ആ സമയത്ത് നിങ്ങൾ പൂർണ്ണമായി ഉപവസിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും തീർത്ഥം സേവിച്ചിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം? ഏകാദശി വ്രതം അവസാനിപ്പിക്കാം. അങ്ങനെ ചെയ്യണം. ഏകാദശി അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ പ്രദോഷത്തിലേക്ക് കടക്കാവൂ. അങ്ങനെ വരുമ്പോൾ രാവിലെ തീർത്ഥം കുടിച്ചില്ലേ എന്നൊരു ചോദ്യം വരും. അത് പ്രശ്നമില്ല. കാരണം നിങ്ങൾ രാവിലെ ആകുന്ന സമയത്ത് നിങ്ങൾ പ്രദോഷത്തിലേക്ക് കടന്നിട്ടില്ല. നിങ്ങൾ ആ സമയം ഏകാദശി വ്രതത്തിന്റെ ആ ഒരു പുണ്യത്തിൽ ഇരിക്കുകയാണ്. ആ ഏകാദശി പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം നമഃശിവായ ജപിച്ച് പ്രദോഷത്തിലേക്ക് കടക്കുക. പ്രദോഷ സന്ധ്യയ്ക്കാണ് പ്രാധാന്യം. അക്കാര്യം പ്രധാനമായിട്ടും ഓർക്കുക. അല്ലാതെ ഏകാദശി അവസാനിപ്പിക്കാതെ പ്രദോഷത്തിലേക്ക് കടക്കാൻ പാടില്ല. ചിലർ പറയും ഏകാദശിയും പ്രദോഷവും ഒന്നിച്ച് എടുക്കാൻ പാടില്ല എന്ന്. ഒന്നിച്ചെടുക്കാൻ പാടില്ല. ഏകാദശി അവസാനിപ്പിച്ചതിന് ശേഷം വേണം പ്രദോഷത്തിലേക്ക് കടക്കാൻ. ഏകാദശി എടുക്കുന്നവർക്ക് പ്രദോഷം വ്രതം എടുക്കാം. നിങ്ങൾ ഭാഗവതത്തിലെ കഥകളെല്ലാം വൃത്തിയായി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ അവരോട് ഭാഗവതത്തിലെ ഈ കഥ പറഞ്ഞുകൊണ്ട് തന്നെ, ഭാഗവതം കേട്ടിട്ടുള്ള ആളുകൾക്കറിയാം, ആ കഥകൾ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ദേവതകൾക്ക് യാതൊരു വ്യത്യാസവും, അവർക്ക് തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഒന്നുമില്ല. മനുഷ്യർക്കാണ് ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉള്ളത്. ദേവന്മാർ തമ്മിൽ ശത്രുതയില്ല, മനുഷ്യർക്കാണ് ശത്രുത. അക്കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. ഇനി നമുക്ക് പ്രദോഷ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാമം നോക്കാം. നമഃശിവായ മന്ത്രം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. എങ്കിലും മറ്റൊരു നാമം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓം നമോ ഹിരണ്യബാഹവേ ഹിരണ്യവർണായ ഹിരണ്യരൂപായ ഹിരണ്യപദയേ അംബികാപദയേ ഉമാപദയേ പശുപദയേ നമോ നമഃ. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു നാമമാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ നാമം ജപിക്കാം. എങ്കിലും പ്രദോഷ ദിവസം സന്ധ്യാസമയത്ത് ഈ നാമം 108 തവണ ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്.
ഈ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. മഹേശ്വരന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഹരേ കൃഷ്ണ.